എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അധ്യാപകർക്ക് വേണ്ടിയുള്ള PXC എക്സാമുകളുണ്ട് അല്ലെ, ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട്, സർക്കാർ സ്കൂളുകളിൽ ജോലി കിട്ടാനായിട്ട്. അതോടൊപ്പം നിങ്ങൾക്ക് സർക്കാർ ജോലി അധ്യാപകർ എന്ന ഒരു പോസ്റ്റിലേക്ക് കിട്ടാനായിട്ട് എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ നമ്മള് കേട്ട ഒരു കാര്യമാണ്, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ എയ്ഡഡ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പലരും, അതായത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിലൊക്കെ, കോർപ്പറേറ്റ് സ്കൂളുകളിലൊക്കെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൽ നിന്നാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അവരുടെ എൻട്രൻസ് എക്സാമിലെ പെർഫോമൻസ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നോക്കിയിട്ട് എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊസീജിയർ കൂടി ഉണ്ടല്ലോ. അപ്പൊ അതില് 2-3 വർഷങ്ങൾക്ക് മുമ്പ് പല ജില്ലകളിലെയും ഈ തരത്തിലുള്ള കോപ്പറേറ്റീവ് സ്കൂളുകളിൽ ജോലിക്കെടുക്കാൻ ആ മാനേജ്മെന്റുകാര് ഹൈസ്കൂൾ തലം മുതൽക്ക് തന്നെ നമുക്കറിയാം, ഹൈസ്കൂൾ തലം എന്ന് പറയുമ്പോൾ കേഡറ്റ് മതി അല്ലെ ജോലി ചെയ്യാൻ എടുക്കാനായിട്ട്. പക്ഷെ സെറ്റ് ഉള്ളവരെ കൂടുതൽ അപ്പോയിന്റ്മെന്റ് കൊടുത്ത്, സെറ്റ് ഉള്ളവർക്ക് ഹൈസ്കൂൾ തലം മുതൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജോലിക്ക് കയറ്റുക, അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക എന്നൊരു പ്രൊസീജിയർ ഫോളോ ചെയ്ത ഒരുപാട് മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിൽ വരും നാളുകളിൽ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ കമ്പൽസറി ആക്കും. സെറ്റ് പോലുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈയിടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമാണ് വരും വർഷങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റത്തെ പറ്റി. അപ്പോൾ സെറ്റ് ഇല്ലാത്തവരെ സെറ്റിന്റെ വില മനസ്സിലാക്കാൻ പോകുന്ന സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സെറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്, പക്ഷെ പഠിച്ചാൽ കിട്ടാവുന്നതുമാണ്. ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്ന എക്സാം. അതിൽ ഓരോ തവണയും 30,000 പേരോളം എക്സാം എഴുതുമ്പോൾ 2000-നും 2500-നും ഇടയ്ക്കാണ് സ്റ്റുഡൻസ് പാസ്സാകുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു എക്സാം പക്ഷേ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റും. നിങ്ങളൊരു കോച്ചിങ് അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ സെറ്റ് പാസ്സാകണമെന്ന് ഉറപ്പിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കോച്ചിങ് എടുക്കാൻ ടോസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. വളരെ സിൻസിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ടോസ് അക്കാഡമിയിലേക്ക് കടന്നു വരാം. നിങ്ങൾ ടോസ് അക്കാഡമി മുൻപ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ക്ലാസ്, നോട്ട്, എക്സാമുകൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണ്, ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അത് സത്യവുമാണ്. അത് നമ്മുടെ റിസൾട്ടുകളും റിവ്യൂസും അതിന് എവിഡൻസും ഉണ്ട്. അത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോസ് അക്കാഡമിയിൽ ജൂലൈ 2024 നടക്കാൻ പോകുന്ന അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയുള്ള പുതിയ ബാച്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ജനുവരി 31 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണ്, ആദ്യമായി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഇപ്പോൾ ജനുവരി 31 മുതൽ 1 വീക്ക് ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം നിങ്ങൾ കോച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് എങ്ങനെയാണ്, നോട്ട് എങ്ങനെയാണ്, എക്സാം എങ്ങനെയാണ്, ടീച്ചേഴ്സ് എങ്ങനെയാണ്, എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ശേഷം റെഗുലർ ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ എക്സാം വരെയുള്ള കോച്ചിങ് ക്ലാസ്സസ് ആണ്. റെക്കോർഡഡ് സെഷൻസ് ആണ്, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്. അതിന് നോട്ട്, എക്സാമുകളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫൈനൽ റിവിഷൻ ടൈമിൽ സബ്ജക്ട് പേപ്പേഴ്സിനൊക്കെ പ്രത്യേകം ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സർവീസ് എന്ന് പറയുന്നത്. ഒരു മോക്ക് ടെസ്റ്റ്, അതായത് മോക്ക് ടെസ്റ്റിന്റെ ഒരു കൂട്ടം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റുകളൊക്കെ പാസ്സാകാൻ എളുപ്പമുണ്ടാവുകയുള്ളൂ. കാരണം മോക്ക് ടെസ്റ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് സെറ്റ് പോലൊരു എക്സാമിന്. നമ്മളിവിടെ ഞാനൊരു ചെറിയൊരു നമ്പർ ഇവിടെ 100-ലധികം എന്നുള്ള രീതിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിൽ. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് സെറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവർക്ക് അറിയാവുന്ന, അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ പരീക്ഷ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യകർത്താക്കൾക്ക് അവർ ചോദ്യങ്ങൾ എടുക്കുന്ന ചില സൈറ്റുകൾ ഉണ്ടാകും. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന് അറിവുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത് നെറ്റിന്റെ ക്വസ്റ്റ്യൻസ്, സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതുപോലെ സിമിലർ ആയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള
ഒരു മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ മോക്ക് ടെസ്റ്റുകളിൽ നിന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് ആണ് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷൻ ആണ്. ആ ഒരു മോട്ടിവേഷൻ നമ്മൾ ഇവിടുന്ന് തരുന്നുണ്ടായിരിക്കും. ടീച്ചേഴ്സിന്റെ പേഴ്സണൽ കെയർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. അങ്ങനെയെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് വരുന്നത്. റിസൾട്ട് ഓറിയന്റഡ് ആണ് കോച്ചിങ്. ടോസ് അക്കാഡമി പോലെ സെറ്റിന്റെ ഫീൽഡിൽ റിസൾട്ട് തരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഇവിടെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ റിവ്യൂസും അതിന് എക്സാമ്പിൾ ആണ്. പേയ്മെന്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റെക്കോർഡഡ് സെഷൻസ്, നോട്ട് എക്സാം, ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ്സസ് ആണ്. നമുക്കറിയാം സെറ്റിന് അഡ്വാൻസ്ഡ് ലെവലാണ് നമ്മൾക്ക് ക്ലാസ്സുകൾ വേണ്ടത്. പക്ഷെ വർഷങ്ങൾ ഗ്യാപ്പ് വന്നവർക്ക് ഈ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാപ്പ് വന്ന പ്രശ്നം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സെറ്റിന്റെ ജനറൽ പേപ്പറിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം എല്ലാത്തിനും കോച്ചിങ് ഉണ്ട്. ജനുവരി 21 ആദ്യ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബാച്ചസ് ഉണ്ടാകും, പക്ഷെ ഇത്രയും ടൈം കിട്ടുന്നൊരു ബാച്ച് വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനിയും സമയമില്ല നശിപ്പിച്ച് കളയാനായിട്ട്. ടോസ് അക്കാഡമിയിൽ വൺസ് നിങ്ങൾ കോച്ചിങ് എടുത്ത് ഇവിടെ എക്സ്പീരിയൻസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും, നല്ല റിസൾട്ട് ഉണ്ടാകും. ഈ കാര്യങ്ങളിലെല്ലാം ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയം കളയാണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.